പൂക്കോട്ടുംപാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത് 63 വർഷത്തെ സേവന പാരമ്പര്യമുള്ള PT സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത്. PT സൂപ്പർ മാർക്കറ്റ്, പായമ്പാടം, പൂക്കോട്ടുംപാടം. ലഹരിക്കെതിരെ 1 മില്യൺ ഷൂട്ടും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥനും ദേശീയ വെറ്ററൻ കായിക താരവുമായ PC സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒറ്റക്കെട്ട ഇല്ലാതാക്കാം. നമ്മളെല്ലാവരും അഹോരാത്രം ഇതിന് പരിഗണിക്കണം. ഈ വരും തലം നമ്മുടെ യുവത്വം, അല്ലെങ്കിൽ നമ്മുടെ യുവത്വമാണ് നമ്മളെ ഈ വരുന്ന തലമുറ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കാത്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാർ. അതുകൊണ്ട് അവരെ കാത്തുകൊണ്ട് വെളിയിലേക്ക് ഈ വിപണി ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന് എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇത് ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ഇതിനെ ഈ യുവത്തിനെ നാടിനെ ലഹരി എന്ന യുവത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനും നമ്മളെ വീടിനും നാട്ടുകാർക്കും നല്ല യുവത്വത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ വരും തലമുറയെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കാത്തിക്കേണ്ട ബാധ്യത നമ്മളിലുള്ള അത് ചെറുപ്പക്കാരാണെങ്കിൽ വിട്ടു നോക്കണം. ചെറുപ്പക്കാരാണെങ്കിൽ കാത്തിരക്ഷിക്കേണ്ടത് അവരെ രക്ഷിക്കണം നമ്മുടെ എല്ലാ ബാധ്യത എന്നുകൊണ്ട് ഈ യുവത്വത്തിന് ഈ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം വ്യാപകമായി ഇത് തുടരട്ടെ. അതുകൊണ്ട് ഈ ലഹരി എന്നേക്കും നിഷ്കാസനം നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ബിഷർ M അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ താരം നജ ഫാത്തിമ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ യാസർ അറഫാത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പൂക്കോട്ടുംപാടം ടൌണിൽ നടന്ന പരിപാടിയിൽ അസീസ് ബാബു, ബഷീർ ബിച്ചു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷഫീദ്, അഷ്റഫ് കുണ്ടിൽ, അയ്യൂബ് കൈനോട്ട്, നൌഷാദ് TP, സലാം V, റാഫിഖ്, ഫവാസ് ചുള്ളിയോട്, ഫസിം K, ഷാഹിദ് ഇർഫാൻ, സിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.